നിങ്ങൾ ഇവന്മാരുടെ അഹങ്കാരം നോക്കണേ. എന്തൊരു അഹങ്കാരികളാണ് ഇവന്മാർ എന്നറിയാം. അതായത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അത് ഇറങ്ങാൻ വേണ്ടി പോവാന്ന്. അതിൻ്റെ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവന്മാരുടെ അഹങ്കാരം നിങ്ങളൊന്ന് കാണണേ. അതായത് മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നത്. ഇമാതിരി തൊട്ടിത്തരം കാണിക്കരുത്, മനസ്സിലായ? തൊട്ടിത്തരം കാണിക്കരുത്. എന്തൊരു അഹങ്കാരം. ഇവനെ പോലെയുള്ള അഹങ്കാരികൾ ഉണ്ടെങ്കിൽ തന്നെ പടം പൊട്ടുവാടുന്ന്. കണ്ടേ, നിങ്ങൾ കണ്ടോ? ഇതെന്താടാ കയറിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് തയഞ്ഞു പോവാ? നിങ്ങൾ കേട്ടാ പറയുന്നത് കേട്ടാ? മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ വരുന്നുണ്ട്. ആരും ഇങ്ങോട്ട് കയറല്ലേ, കാരണം കയറിപ്പോയിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു സംഭവം സംഭവിക്കും എന്നുള്ള പോലെ. ഇവൻ്റെയൊക്കെ സിനിമ കാണാൻ പോകുന്ന നമ്മളെ വേണം ചെരുപ്പൂരിയിട്ട് ടക്ക് ടക്ക് തരാൻ വേണ്ടിയിട്ട്. എടാ എവിടുന്ന് വരുന്നടാ ഇവന്മാർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറാ. ഇവ ഒരു 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 മര്യാദ വേണ്ടേ? ആരും ഇങ്ങോട്ട് കയറരുതേന്ന്. എന്നിട്ടും അവൻ്റെയൊക്കെ കൂടെ പോയിട്ട് ഫോട്ടോയും വീഡിയോസും കൊടുക്കുന്ന അവന്മാരോട് എനിക്ക് പുച്ഛാന്ന് തോന്നുന്നത്. ഇതിപ്പോൾ തിയേറ്ററിലേക്ക് കയറേണ്ടതാണോ ഇനി പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ തിയേറ്ററിലേക്ക് ആരും കയറി പോകണ്ടാട്ടാ. എന്നാൽ ഒരാൾ പോലും തിയേറ്ററിലേക്ക് കയറി പോകണ്ട. എടാ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന പോലും ഒന്നും അല്ലാട്ടാ. നേരിട്ട് കാണുമ്പോൾ ഇവറ്റകളുടെയൊക്കെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകാറുന്നേ. എന്നാൽ പിന്നെ പുറകിൽ വരുന്ന ലാലേട്ടനാണല്ലോ. അങ്ങേരൊക്കെ പറഞ്ഞൂടെ പറയണ്ട, അങ്ങനെയൊന്നും പറയണ്ടെന്ന്. ഒരു അഹങ്കാരിയായ ഒരുത്തനെ മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങോട്ടാരും കയറരുത് എന്ന്. എമ്മാതിരി തൊട്ടിത്തരാന്ന് പറഞ്ഞതെന്നറിയാം. തൊട്ടിത്തരം തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടില്ല എന്നാ? ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. കേൾക്കാത്തവർക്ക് പരാതിയൊന്നും വേണ്ടായിരിക്കും. അങ്ങനെ പരാതിയേ വേണ്ട. ഒരു മനുഷ്യന്മാർ പോലും അങ്ങനെ പരാതിപ്പെട്ട് നടക്കരുത്. ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. ഒന്നും കൂടി കേൾപ്പിച്ച് തരാം. അങ്ങനെ ഒരു പരാതിയും പാടില്ലായിരുന്നു. ഏതായാലും നമുക്ക് ഒന്നും കൂടി ഇതാ. ഓ, ലാലേട്ടൻ്റെ കൂടെ മുന്നിൽ നായികമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതായിപ്പോൾ ഉണ്ടാന്ന് മനസ്സിലായ? ഇവിടെ എന്തിനാടോ ഇനി ദൃശ്യം 3 കാണുന്നത്? നമ്മൾ ജനങ്ങളോട് എറ്റുവായി ചെയ്യുന്നത്, എറ്റുക. അവൻ്റെ ആ വർത്താനം കേട്ട് ആരും ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങോട്ട് ഓടിച്ചെന്ന് പിന്നെ ചാടിക്കയറുന്നില്ല. അല്ല ആരെങ്കിലും വിളിക്കാതെ അങ്ങ് കയറിയിട്ട് ഇവൻ്റെ ഈ ഒലക്ക കാണുന്നില്ല. ഇനിയിപ്പോൾ തിയേറ്ററും കൂടി എന്നാൽ ആരും ഇങ്ങോട്ട് കയറണ്ടെന്ന് ഇവന് ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ? ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആളാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ കനിവ് വേണം ഇതിൻ്റെയൊക്കെ പൈസയോമാർക്ക് ഗീശയിൽ കിട്ടണമെങ്കിൽ. ഓരോ പാവപ്പെട്ടവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത്, നിങ്ങൾക്കറിയാലോ ഇനിയിപ്പോൾ ഈ സിനിമേൻ്റെ കോലം എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം അത്രമാത്രം ഇതായിട്ട് നിൽക്കുമ്പോൾ ഇവൻ്റെയൊക്കെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ഒരു 10 പൈസ ഇവനൊന്നും കിട്ടരുത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം. ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയണം, എടോ നീ ആരോടാന്ന് അങ്ങോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞത്? ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ലാലേട്ടൻ ചോദിക്കണില്ലെങ്കിൽ. കാരണം എന്താ, അങ്ങേരെ സ്റ്റാറാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെപ്പോലെ തന്നെ ഊച്ചാളികളല്ല. അവനൊക്കെ സ്റ്റാറാക്കുന്നത്, ലാലേട്ടനെയൊക്കെ സ്റ്റാറാക്കുന്നത് മലയാളികളായ പ്രേക്ഷകരാണ്. ആ പാവപ്പെട്ടവൻ്റെ മുഷിഞ്ഞ നോട്ടുകൾ തന്നെയാണ്. അതായത് പണ്ട് 2 രൂപ 3 രൂപ എടുത്തിട്ടാണ് ലാലേട്ടനെ പോലെയുള്ള ആൾക്കാർ സ്റ്റാറായിരിക്കുന്നത്. ആ മുഷിഞ്ഞ നോട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും വിയർപ്പിൻ്റെ കണങ്ങളുണ്ട്. ആ വിയർപ്പിൻ്റെ കണങ്ങൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയും കൊടുക്കാതെ ഇവനെ പോലെയുള്ള ആൾക്കാർ പറയുകയാണ് ഇങ്ങോട്ട് കയറില്ലേ കയറില്ലേ എന്ന്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്, വൃത്തികെട്ട പരിപാടി. അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ കാണുമ്പോൾ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങളെ ആയിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഇവരുടെയൊക്കെ വിചാരം എന്താ അറിയാം, അതായത് ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത്, നമ്മളൊക്കെ ഈ എന്തോ ബീറ് കെട്ടിട്ട് പോന്നിയ എന്നാ, അല്ലെങ്കിൽ ഇവരെയൊക്കെ എന്താ ഭയങ്കരമായിട്ട് അങ്ങ് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് മുറവിളി കൂട്ടുന്ന ഇവൻ്റെയൊക്കെ വിചാരം. ഇങ്ങനെയുള്ളവന്മാരുടെ പടങ്ങൾ പോലും കാണരുത് മക്കളെ. എന്തിന് ഇവൻ്റെയൊക്കെ ആട്ടും തൊപ്പ് കേൾക്കുന്നത്? നമ്മൾ എന്തിനാ ആട്ടും തൊപ്പ് കേൾക്കുന്നത്? എന്നിട്ട് ഇവൻ്റെയൊക്കെ ഈ പടത്തിൻ്റെ എന്നാ പ്രൊമോഷനും പ്രസ് മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരോട് എനിക്ക് പുച്ഛാണടോ, ഇറങ്ങി വന്നൂടെ? ഇവൻ്റെയൊക്കെ പടത്തിൻ്റെ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത് കിട്ടൂലേ? പൈസ വാങ്ങിച്ചിട്ടാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അവൻ്റെയൊക്കെ ആട്ടും തുപ്പ് കയറ്റിയേ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ, പൊതുജനങ്ങളെയാണ് ഇവൻ ആട്ടിയിരിക്കുന്നത്. പൊതുജനങ്ങളെയാണ് ആട്ടിയിരിക്കുന്നത്. ഇതെന്താ അങ്ങോട്ട് കയറിപ്പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ മാലാകന്മാരാണോ? മാലാകന്മാരുടെ മേലെ ചെളിവെറ്റുന്ന കണ്ടിട്ടാണോ? മാലാകന്മാരുടെ മേലെ ചളിവറ്റും, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറയുകയാണോ? പുറകിൽ വരുന്ന ആ മനുഷ്യന്, നീല ഷർട്ട് ഇട്ട് വരുന്ന ആ മനുഷ്യനൊന്നെങ്കിലും പറഞ്ഞുകൂടെ, ഒന്ന് ഇടപെട്ടൂടെ? എന്നിട്ട് പറയും ഭയങ്കര പൊതുജന സ്നേഹമാണ് പണ്ട് ഇത്. നമ്മളെ 100-150 രൂപ അതിനു വേണ്ടിയിട്ടല്ലേടോ നിങ്ങളൊക്കെ ഈ സിനിമ എടുത്ത് കാത്തിരിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ സിനിമ എടുക്കുന്നവന്മാർ തെണ്ടികളാണ്. പൊതുജനങ്ങളെയൊക്കെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ സിനിമ എടുക്കുന്നത്. ഇവനൊക്കെ പിടിപ്പിക്കണമായിരുന്നു കാല്.
അതാണ് വേണ്ടത്. നമ്മളൊക്കെ ഇങ്ങനെ കാണുന്നോണ്ടുള്ള പൈസ കൊണ്ടാണ് യുവന്മാർ ഈ പളവള ഡ്രസ്സ് ഇട്ടിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തും മുഴുവൻ മറ്റേ പൊട്ടിയിട്ടിട്ടൊക്കെ നടക്കുന്നത്. ആ ഒരു വിചാരമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മുമ്പിൽ ഒരുത്തനെ നിർത്തിയിട്ട് പറയുകയാണ്, അയ്യോ ഇങ്ങോട്ട് വരല്ലേ ഇങ്ങോട്ട് വരല്ലേ എന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, ഇങ്ങോട്ട് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ എന്തോ ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നായികമാർക്കൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. പിന്നെ ലാലേട്ടനല്ലേ വരുന്നത്, അയ്യോ ലാലേട്ടൻ ഭയങ്കരല്ലേ, വളരെ മോശമായ ഒരു പരിപാടിയല്ലേ ഇത്. വളരെ, അതായത് എന്തെങ്കിലും പറയാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നേരിട്ട് പറയുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് വിളിച്ചു നിർത്തിയിട്ട് പറയും. ഇതെന്തോ ഈ പിന്നെ കാബൂളിവാലയിൽ അവസാനം കന്നാസും കടലാസും കുറേ കൂട്ടുകാരും കൂടി ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ആ ഭക്ഷണം കഴിക്കാൻ പോകുന്നേരം അവിടുത്തെ പിന്നെ മുതലാളി പറയുന്ന സോമനങ്ങേറ്റം പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്മാർക്ക് ആ സൈഡിൽ എവിടെയെങ്കിലും പിടിച്ച് ഭക്ഷണം കൊടുക്കുകയെന്ന്. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, പണക്കാര സാറേ ഞങ്ങൾ തെണ്ടികളല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഭിമാനമുള്ളവരാന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുമ്പിൽ നടക്കുന്ന ഇവന് മാത്രമല്ല അധികാരം, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിൻ്റെതായ ജോലി ചെയ്യുന്നവനൊക്കെ അധികാരമുണ്ട്. അല്ലാതെ ഇങ്ങോട്ട് കയറല്ലേ ആരും ഇങ്ങോട്ട് കയറല്ലേ ആരും എന്ന് പറയാൻ ഇവൻ ആരാണ്? ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ വന്നിട്ട് പിന്നെ ആൾക്കാരോട് ഇങ്ങോട്ട് കയറല്ലേ എന്ന് പറയാൻ അവൻ എന്താണ് അധികാരം? അവൻ ആരാണ്? അവൻ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥനാണോ? അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരാളെ മൂട് താങ്ങിക്കൊണ്ട് നടക്കുന്നതല്ലാതെ അവന് വേറെ എന്താണ് അവൻ്റെ ജോലി? അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിച്ചിരിക്കുന്നത് പബ്ലിക്കിനെയല്ലേ? അവൻ ശരിക്കും അപമാനിച്ചിരിക്കുന്നത് നമ്മളെ നാട്ടുകാരെയല്ലേ? നമ്മുടെയൊക്കെ പൈസക്ക് വേണ്ടിയിട്ടാണ് യുവമാർ സിനിമ എടുക്കുന്നത്. നമ്മുടെയൊക്കെ പൈസയാണ് യുവമാർക്ക് കൊടുക്കേണ്ടത്. നമ്മൾ അധ്വാനിച്ച പൈസകളാണ് യുവമാർക്ക് കൊടുക്കേണ്ടത്. ആ ഒരു വിചാരം പോലും ഇല്ലാതെ ഇവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിവിട്ടത് ശരിയായില്ല. മോഹൻലാൽ ഇതിന് മാപ്പ് പറയുകയാണ് വേണ്ടത്. ആട്ടിവിട്ടത്തിന് അദ്ദേഹമാണ് നിർമ്മിക്കുന്നത്. ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നത് മോഹൻലാലാണ്. മോഹൻലാലാണ് ഇതിന് മറുപടി പറയേണ്ടത്, അഹങ്കാരത്തോടു കൂടി. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കമൻറ്റ് ബോക്സ് മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കമൻറ്റ് ബോക്സ് വായിച്ചു നോക്കുക നിങ്ങൾ. ഞാൻ തന്നെ വായിച്ചു തരണ, ആ കമൻറ്റ് ബോക്സും കൂടി ഞാൻ തന്നെ വായിച്ചു തരേണ്ടി വരും നിങ്ങൾക്കായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്, ആരും ഇങ്ങോട്ട് പറയുന്ന നീ ആരടാ? ജനങ്ങൾ ഒന്നും കണ്ടില്ലേ നിന്റെ ദൃശ്യമായിട്ട് അവർ ഇതെന്താ ഇത് കമൻ്റ് ഇട്ടവന് ബോധമില്ലേ? അടുത്ത കമൻറ്റ് ഒക്കെ, ദൃശ്യം ഉള്ളത് കൊണ്ട് മീന, ആശാ ശരത്തൊക്കെ ഫീൽഡിൽ കാണും, മതി അധികമായാൽ. അതായത് ആശാ ശരത്തും മീനിയൊക്കെ ഇക്കാലത്ത് സിനിമയിൽ അഭിനയിക്കുന്നത് ദൃശ്യം എന്നുള്ളൊരു സിനിമ കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ബിഗ് ബോസിൽ വന്ന ആ പെണ്ണും മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നടിയുണ്ടല്ലോ, എസ്തറൊക്കെ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലോണ്ട് പിടിച്ചു നിൽക്കുന്നതാണ്. അവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഞ്ചിയിരിക്കുന്നത് വേറെ ആരുമല്ല, ആദ്യം തന്നെ ചത്തോനാണ്. ആര്? ഈ ആശാ ശരത്തിൻ്റെയും പ്രഭാകരൻ്റെയും മോനായിട്ടുണ്ടല്ലോ ഒരുത്തൻ, അവനാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചിപ്പോയത്. കാരണം എന്താ, ഒരൊറ്റ സീനോട് കൂടിയിട്ട് അവൻ്റെ അടപ്പ് തള്ളിച്ചൂട്ടില്ലേ ഇവരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. കയറുന്നില്ല, ഒറ്റയ്ക്കിരുന്ന് കണ്ടോ? ഒരാളെ കൊന്നിട്ട് പല കള്ളത്തരവും കാണിച്ച് തെളിവ് നശിപ്പിച്ചാൽ ചെയ്ത തെറ്റ് ഇല്ലാതാകും എന്നാണോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവൻ്റെ കോപ്പിയിലെ ദൃശ്യം ഈ സിനിമയ്ക്കാരും കയറൂല, മതിയോ? വേറെ പണിയൊന്നുമില്ലേ? 100 വരെ ഉണ്ടാകുമോ? സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്നവൻ ആടോളാ, അതിന് ആരും കയറുന്നില്ല, നീ ഒറ്റയ്ക്ക് കൊണ്ട് വിജയിപ്പിക്കും. കുറേ തെറിയൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ തെറി വായിക്കുന്നില്ല എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഏതായാലും മോഹൻലാലിനെ പോലെയുള്ള ഒരാൾക്ക് ഇതൊരു നല്ല ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളാണ് വലുത് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ല, ഇതുപോലെയുള്ള ആൾക്കാരെയും കൊണ്ട് ചുമന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വരെ നാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അഹങ്കാരത്തിൻ്റെ മൂർധന്യ ഭാവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആരും മുട്ടിപ്പോയി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കാർക്കും മാറാരോഗമൊന്നുമില്ല. അത് മനസ്സിലാക്കുമായിരിക്കും. നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാടോ. ബൈ.